Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 12 ഫിസിക്സിലെ വേവ് ഒപ്റ്റിക്സ് എന്ന ചാപ്റ്ററിന്റെ MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. നിങ്ങൾ പാർട്ട് 1 കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഇന്നത്തെ വീഡിയോ കാണാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. The first question is, in the wave picture of light, the intensity I of light is related to the amplitude A of the wave as options A, I proportional to root A, option B, I proportional to A, option C, I proportional to A square, and option D, I proportional to 1 by A square. അതായത് CBSE 2023 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വേവ് പിക്ചറിന് അകത്ത് ഇന്റൻസിറ്റി ആൻഡ് ആംപ്ലിറ്റ്യൂഡ് അവ തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതായത് ഇന്റൻസിറ്റി ആൻഡ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ആണ്. സോ ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ ആണ്. ഇവിടെ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, in a Young's double slit experiment, the path difference at a certain point on the screen between two interfering waves is 1 by 8th of the wavelength. The ratio of intensity of this point to that at the center of a bright fringe is close to options A 0.80, option B 0.74, option C 0.94, and option D 0.85. അതായത് ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ കേസാണ് തന്നിട്ടുള്ളത്. ഇവിടെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഓഫ് എ സെർട്ടൻ പോയിന്റ് അറ്റ് ദി സ്ക്രീൻ ബിറ്റ്വീൻ ടു ഇന്റർഫറിംഗ് വേവ്സ്. അതായത് പാത്ത് ഡിഫറൻസ് എത്രയാണ്? 1 by 8th ഓഫ് വേവ് ലെങ്ത്, അതായത് λ/8 ആണ്. നമുക്ക് കാണാനുള്ളത് റേഷ്യോ ഓഫ് ഇന്റൻസിറ്റി അറ്റ് ദിസ് പോയിന്റ് to that at the center of a bright fringe, അതായത് I max ആണ് കാണേണ്ടത്. അതായത് സെന്റർ പോയിന്റിൽ ഉണ്ടാവുന്ന ഇന്റൻസിറ്റി ഡിവൈഡഡ് ബൈ മാക്സിമം ഇന്റൻസിറ്റി I max ആണ് നമുക്ക് കാണാനുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെ കാണാൻ പറ്റും? പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഡെൽറ്റ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു λ/8 ആണ്. ഓക്കെ, ഇനി ഫേസ് ഡിഫറൻസ് നമുക്ക് എങ്ങനെ കാണാം? ഡെൽറ്റ ഫൈ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് 2π/λ ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ്. ഹിയർ ഡെൽറ്റ എക്സ് ഈസ് λ/8. അപ്പൊ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2π/λ ഇൻറ്റു λ/8 എന്ന് വരും അല്ലെ. അപ്പോൾ ഫേസ് ഡിഫറൻസിന്റെ വാല്യൂ കിട്ടുന്നത് π/4 ആണ്. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് ഇന്റൻസിറ്റി അറ്റ് ദ സെന്റർ ഓഫ് ദി ബ്രൈറ്റ് ഫ്രിഞ്ച് എന്താന്ന് കാണണം. അതായത് ഇന്റൻസിറ്റി അറ്റ് ദി സെന്റർ ഓഫ് ദ ബ്രൈറ്റ് ഫ്രിഞ്ച് എന്ന് പറയുന്നതായിരിക്കും അവിടെ ഉണ്ടാവുന്ന മാക്സിമം ഇന്റൻസിറ്റി. ദാറ്റ് ഈസ് I സെന്റർ ഇസ് ഈക്വൽ ടു I മാക്സ് ആണ്. ഇനി ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഓൺ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ഇന്റൻസിറ്റി കാണണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ഏതാണ് യൂസ് ചെയ്യുക? I ഇസ് ഈക്വൽ ടു I മാക്സിമം ഇൻറ്റു കോസ് സ്ക്വയർ ഡെൽറ്റ 5/2 ആണ്. ഓക്കെ, അതായത് I മാക്സിമം ഇൻറ്റു കോസ് സ്ക്വയർ ഡെൽറ്റ 5/2 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഡെൽറ്റ 5ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? π/4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇക്വേഷൻ എന്തായിട്ട് മാറും? I ഇസ് ഈക്വൽ ടു I മാക്സിമം ഇൻറ്റു കോസ് സ്ക്വയർ π/4 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും അല്ലെ. സോ I max എങ്ങനെ കാണാം? അതിൽ നിന്ന് I max is equal to cos π/8 the whole square എന്ന് കിട്ടും. അതായത് I max എന്ന് പറയുന്നത് 0.9238 the whole square ഇക്വലന്റ് ആണ്. ഓർ നമുക്ക് കാണേണ്ടത് എന്താണ്? I max ആണ്. that is equal to 0.853. so correct option is option D ആണ്. that is 0.85. okay, now we have another question. Colors appear on a thin soap film and soap bubbles due to the phenomenon of. അതായത് നമ്മൾ സാധാരണ തിൻ ഫിലിംസ് സോപ്പ് ഫിലിമിലും അതുപോലെ തന്നെ ബബിൾസിലൊക്കെ സോപ്പ് ബബിൾസിലൊക്കെ എന്ത് കാണാറുണ്ട്? കളേഴ്സ് കാണാറുണ്ട്. സോ അത് ഏത് ഫിനോമിനൻ കാരണമാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് A interference, B scattering, C diffraction, and D polarization. അപ്പോൾ കളേഴ്സ് അപ്പിയേഴ്സ് ഓൺ തിൻ സോപ്പ് ഫിലിം ആൻഡ് സോപ്പ് ബബിൾസ്. അപ്പൊ ഏത് റീസൺ ആണ് വരുന്നത്? യെസ്, ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതായത് ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഈസ് ഇന്റർഫറൻസ്. സോ ഹിയർ ഡിപ്പെൻഡിങ് ഓൺ ദി തിക്നെസ് ഓഫ് ഫിലിം ഡിഫറെന്റ് കളേഴ്സ് ഇന്റർഫിയർ കൺസ്ട്രക്റ്റീവ്ലി ആൻഡ് ഡിസ്ട്രക്റ്റീവ്ലി. അതായത് അതിന് ഉണ്ടാവുന്ന തിക്നെസിന്റെ ഡിഫറൻസിൽ ഫിലിമിൽ ഉണ്ടാവുന്ന തിക്നെസ്സിനനുസരിച്ചിട്ടാണ് അവിടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും ഉണ്ടാവുന്നത്. ഓക്കെ,
The next question is, in Young's double slit experiment, the slits are 2 millimeter apart and are illuminated by photons of two wavelengths. Lambda 1 is equal to 12,000 angstrom and lambda 2 is equal to 10,000 angstrom. At what minimum distance from the common central bright fringe on the screen, 2 meter from the slit, will a bright fringe from one interference pattern coincide with a bright fringe from the other? So the options are A 8 millimeter, option B 6 millimeter, option C 4 millimeter and option D 3 millimeter. Okay, അപ്പോൾ ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ കേസാണ് പറഞ്ഞിട്ടുള്ളത്. Here the two slits are 2 millimeter apart. Okay, small d is 2 millimeter and are illuminated by photons of two wavelengths. രണ്ട് wavelengthകൾ തന്നിട്ടുണ്ട്, lambda 1 and lambda 2. That is lambda 1 is 12,000 angstrom and lambda 2 is 10,000 angstrom. Okay, and also capital D is given as 2 meter. Alright, now what we have to find, that is x we have to calculate. X ആണ് കാണേണ്ടത്, അതായത് at what minimum distance from the common center bright fringe on the screen 2 meter from the slit will a bright fringe from one interference pattern coincide with a bright fringe from the other. അതായത് ഒരു ഇന്റർഫറൻസ് പാറ്റേണിൽ ഉണ്ടാവുന്ന ബ്രൈറ്റ് ഫ്രിഞ്ചും അതർ സൈഡിൽ നിന്ന് ഉണ്ടാവുന്ന ബ്രൈറ്റ് ഫ്രിഞ്ചും കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെ കാണാൻ പറ്റും? So നമുക്ക് ആദ്യം given data ഒന്ന് എഴുതാം. lambda 1 is 12,000 angstrom, lambda 2 is 10,000 angstrom and D is, capital D is 2 meter, small d is 2 millimeter. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് മീറ്ററിലേക്ക് മാറ്റാം. that is 2 into 10 to the power minus 3 meter ആണ്. ഇനി നമുക്കറിയാവുന്ന റിലേഷൻ എന്താണ്? lambda 1 by lambda 2 will be equal to n1 by n2 ആണ്. അപ്പോൾ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 12,000 by 10,000 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 by 5 ആണ്. അതായത് n1 by n2 എന്ന് പറയുന്നത് 6 by 5 ആണ്. So here fifth and sixth fringes will coincide. ഇവിടെ coincide ചെയ്യുന്നത് ഏതൊക്കെ ഫ്രിഞ്ചുകളായിരിക്കും? ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് ആയിരിക്കും. ഇനി നമുക്ക് മിനിമം ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ് നമുക്ക് കാണണം. എക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n1 lambda 1 d by d ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ n1 എന്ന് പറയുന്നത് ഏതാണ്? മിനിമം വാല്യൂ ആയതുകൊണ്ട് നമുക്ക് 5 ആണ്. 5ഉം 6ഉം ആണ് കോയിൻസൈഡ് ചെയ്യുന്നത്. സോ 5 we can take. lambda 1 is 12,000 angstrom, അതായത് 12,000 into capital D, that is 2. then ആങ്സ്ട്രമിനെ നമ്മൾ എന്താക്കി മാറ്റിയിട്ടുണ്ട്? ഇൻറ്റു 10 to the power minus 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മീറ്റർ ആക്കി മാറ്റിയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ d ആണ്. ദാറ്റ് ഈസ് 2 into 10 to the power minus 3. അതായത് 5 into 12 into 10 to the power 4 into 10 to the power minus 10 into 10 to the power 3 ആണ്. നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 6 into 10 to the power minus 3 മീറ്റർ ആണ്. ദാറ്റ് ഈസ് 6 millimeter. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? യെസ്, ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് 6 millimeter ആണ്. ഓക്കെ, then we have another question. In Young's double slit experiment with monochromatic light, the central fringe will be central fringe എങ്ങനെയായിരിക്കും? colored, white, bright, black. ഇപ്പൊ ഇതില് ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ വിത്ത് മോണോക്രോമാറ്റിക് ലൈറ്റ് ദ സെൻട്രൽ ഫ്രിഞ്ച് വിൽ ബി, മോണോക്രോമാറ്റിക് ലൈറ്റ് ആണ് പാസ് ചെയ്യുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഫ്രിഞ്ച് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? യെസ്, സെൻട്രൽ ഫ്രിഞ്ച് വിൽ ബി ബ്രൈറ്റ് ബാൻഡ്. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി ലാംഡ ബൈ ഡി, ക്യാപിറ്റൽ ഡി ഇൻറ്റു ലാംഡ ഡിവൈഡഡ് ബൈ സ്മോൾ ഡി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. സോ ഹിയർ സെൻട്രൽ പോയിന്റിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? അതായത് പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, 0 ഈസ് ഓൾവേസ് ബ്രൈറ്റ് ഫ്രിഞ്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന സെൻട്രൽ ഫ്രിഞ്ച് വിൽ ബി. Now we have the last question. In the phenomenon of interference, energy is options destroyed at bright fringes, option B created at dark fringes, option C conserved but it is redistributed, and option D same at all points. അതായത് phenomenon of interference ലെ എനർജിക്ക് എന്ത് സംഭവിക്കുന്നുള്ളതാണ്. Yes, that is conserved but it is redistributed. ഓക്കെ, അതായത് ഇന്റർഫറൻസിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ് എനർജിയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് വെൻ ലൈറ്റ് റേസ് ഇന്റർഫിയർ വിത്ത് ഈച്ച് അതർ. അതാണ് അതിന്റെ ഡെഫിനിഷൻ തന്നെ. ഇന്റർഫറൻസ് ഈസ് ദ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ് എനർജി വെൻ ലൈറ്റ് റേസ് ഇന്റർഫിയർ വിത്ത് ഈച്ച് അതർ ആണ്. നമുക്ക് കിട്ടുന്ന മാക്സിമം ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? വെൻ ദ വേവ്സ് superimpose constructively and minimum intensity will be the result of superimposing waves destructively ആണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എനർജി എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കും ബട്ട് ഇറ്റ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, സോ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി, ദാറ്റ് ഈസ്
In the process of interference, energy is conserved, but it is redistributed. Okay, so hope it is clear to you. Now we can conclude the video. If you like the video, please like, share and subscribe. Thanks for watching.